ഹായ് ഹാപ്പി മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഹാല 9th ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ, നമ്മൾ ഡെയിലി ഒരു പെർസെൻറ്റേജെങ്കിലും എന്തെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഹാബിറ്റിൽ ഒരു ചേഞ്ച് വരുത്തണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രോത്തിനെ കുറിച്ചാണ്. എന്താണ് ഈ ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂമിലിരിക്കുകയാണ്, ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ് കേട്ടോ, എല്ലാം നമുക്ക് വിസിബിളാണ്. ആ റൂമിനകത്ത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഐസ് ക്യൂബ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ റൂം ടെമ്പറേച്ചർ 25 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 25 ഈ ഐസ് ക്യൂബിന് എന്തെങ്കിലും സംഭവിക്കുമോ? പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും. നമ്മുടെ ടെമ്പറേച്ചർ 26 ആയി, 27 ആയി, 30, 31, 32 ഒക്കെ ആവുന്നത്. ഇപ്പോൾ ഇത്ര നേരം ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ വൺസ് 32 ആയപ്പോൾ നമ്മുടെ ഐസ് ക്യൂബ് മെല്ലെ ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങി. സോ അതിനർത്ഥം ഈ 32 അത് മെൽട്ടായി എന്നുള്ളതാണോ, അതോ ഗ്രാജ്വലി അത് മെൽട്ടായിട്ട് നമുക്ക് വിസിബിൾ ആയത് 32 എന്നുള്ളതാണോ? അല്ലേ, സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് അല്ലേ. അതായത് അതിൻ്റെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 32 ആയപ്പോഴാണ് നമുക്കത് കാണാൻ തുടങ്ങി, മെൽട്ടായത് നമ്മൾ കണ്ടത് അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോ സക്സസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഓരോ ചേഞ്ചും നമുക്ക് വിസിബിൾ ആവുന്നതും ഇതുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അത്രയും കാലം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളുടെയും ആകെ തുക എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു വലിയ മാറ്റത്തിൻ്റെ ശക്തി, വലിയ മാറ്റത്തിലേക്കുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് ചെറിയ മാറ്റങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത് അല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിന്ന് ഒരുപാട് കേൾക്കുന്ന കാര്യം ക്യാൻസർ എന്ന് പറഞ്ഞിട്ടൊരു അസുഖത്തെക്കുറിച്ച്. അപ്പോൾ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, ക്യാൻസറിൻ്റെ ചിലവർ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ഓക്കെ ഇപ്പോൾ അത് 80% സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് കേൾക്കും അല്ലേ. അപ്പോൾ അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 80% ആവുന്നതാണോ? ഒരിക്കലും അല്ല അല്ലേ. ഗ്രാജ്വലി അത് 80% ആവുന്നതാണ്. പക്ഷെ നമ്മുടെ നിർഭാഗ്യവശം നമ്മൾ പലരും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അത് അറിയാറില്ല. അങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്ന് നല്ല രീതിയിൽ സ്പ്രെഡ് ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യം. ഇപ്പോൾ ബാമ്പു ഇല്ലേ, ഈ മുളയുടെയൊക്കെ വളർച്ചയും ഏകദേശം ഇതുപോലെ അല്ലേ. മുളയുടെയൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതിൻ്റെ റൂട്ട് താഴോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു 5 വർഷമെങ്കിലും സമയമെടുക്കും. അതിനുശേഷം ഒരു 6 ആഴ്ച കൊണ്ട് അത് ഏകദേശം ഒരു 90 അടി ഹൈറ്റിലേക്ക് പെട്ടെന്ന് വളരും എന്നാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ വളർച്ചയും, ഇതുപോലെ തന്നെയാണ്. നമ്മൾ ആദ്യം കുഞ്ഞു സ്റ്റെപ്സിലൂടെ നമ്മൾ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ സക്സസും ഫെയിലേഴ്സും ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരുത്താതെ നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റത്തിനെ തുടർന്നുകൊണ്ടേയിരിക്കുക. റിസൾട്ട് വന്നോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ തൽക്കാലം ഫോക്കസ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്കൊരു ബിഗ് റിസൾട്ട് നമുക്ക് വന്ന് ചേരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേത് ഒരു സക്സസ്ഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു ഹാപ്പി സാറ്റർഡേ. താങ്ക്